PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിയതിനെതിരെ CPIയുടെ തൊഴിലാളി യൂണിയൻ AITUC രംഗത്ത് വന്നു. തീരുമാനം റദ്ദാക്കണമെന്ന് AITUC സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല ഈ തീരുമാനമെന്നാണ് AITUCയുടെ നിലപാട്. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ശരിക്കും ഈ വലിയ കൂട്ടിയെന്ന് വ്യാപകമായിട്ട് പരാതി ഉയരുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും സ്വന്തം മുന്നണിയിലുള്ള ആളുകളെപ്പോലും സ്വന്തം പോഷക സംഘടനകളെയും സർക്കാർ അനുകൂല സംഘടനകളെയും പോലും വിശ്വാസത്തിലെടുക്കാനോ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഈ വിഷയത്തിൽ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC കൂടി PSC ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പിലൂടെ AITUC നിലപാട് വ്യക്തമാക്കുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് AITUC ഇതിനെ വിമർശിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച തീരുമാനമല്ല ഇത് എന്ന് പറയുന്നു. 5 കോടി രൂപയിലധികം സർക്കാരിന് വാർഷിക ബാധ്യത വരുന്ന ഒരു തീരുമാനമാണ് ഇത്. മാത്രമല്ല കനത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് പോലും നിഷേധിക്കുന്നു എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നു. അതുതന്നെ അങ്ങനെ നിഷേധിക്കപ്പെട്ടവരുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. സ്കൂൾ പാചക തൊഴിലാളികളും ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും പൊതുവിതരണ മേഖലയിലെ താൽക്കാലിക ജീവനക്കാരും റേഷൻ വിതരണക്കാർ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ കരാർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. വേതന വർധന കാലങ്ങളായി അവർ പറഞ്ഞിട്ടും അക്കാര്യങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. എന്നിട്ടാണ് ഇത്രയും ഭീമമായൊരു തുക PSC ചെയർമാനും ഒപ്പം തന്നെ മറ്റംഗങ്ങൾക്കും വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല എന്ന് AITUC വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വർഷം 4 കോടി രൂപ വരെ അധിക ബാധ്യതയുണ്ടാക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോകണമെന്നും AITUC ആവശ്യപ്പെടുകയാണ്. SKN.